Hello everyone, welcome to Workcase English Learning. സബ്ജക്ട് വേർബ് അഗ്രിമെന്റിന്റെ റൂൾസ് ആണ് നോക്കുന്നത്. ഈ വീഡിയോയിൽ സെക്കൻഡ് റൂൾ നമുക്ക് നോക്കാം. റൂൾ ഇതാണ്: ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗദർ വിത്ത്, അലോങ് വിത്ത്, എക്സെട്ര ആർ നോട്ട് പാർട്ട് ഓഫ് ദ സബ്ജക്ട് ആൻഡ് ദ വേർബ് അഗ്രീസ് വിത്ത് ദ മെയിൻ സബ്ജക്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഈ പറയുന്ന ഫ്രേസസ് അതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ 4 എഴുതിയിട്ടുള്ളൂ, ഇതിൽ കൂടുതൽ ഫ്രേസസ് ഉണ്ട്. ഇത് ആ സെന്റൻസിൽ വരാണെങ്കിൽ നമ്മൾ വേർബ് യൂസ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഏത്, അതായത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. മെയിൻ സബ്ജക്റ്റ് സിംഗുലറിലാണോ പ്ലൂറൽ ആണോ നോക്കുക. എന്നിട്ട് സിംഗുലറിലാണെങ്കിൽ സിംഗുലർ വേർബും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബും ഉപയോഗിക്കണം. എക്സാമ്പിൾസ് നോക്കുക, അപ്പൊ ക്ലിയർ ആവും. ഇവിടെ നോക്കിയേ, ദ പ്രൊഫസർ along with the students has submitted the report. ഇവിടെ has എന്ന് പറയുന്ന സിംഗുലർ വേർബ് ആണ് ഞാൻ ഉപയോഗിച്ചത്. എന്താണ് അവിടെ ഹാവ് ഉപയോഗിക്കാഞ്ഞത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ദ പ്രൊഫസർ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഒരു പ്രൊഫസറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, സിംഗുലർ ആണ് അല്ലെ. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ്. മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ഫസ്റ്റ് ഉപയോഗിച്ചേക്കുന്നത് ആരെ പറ്റിയാണ്, അതാണ് സംഭവം. അപ്പൊ ഇവിടെ പ്രൊഫസർ ഒരാളേ ഉള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് എലോങ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദ സ്റ്റുഡൻസ്, അത് പ്ലൂറൽ ആണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വന്നേക്കുന്നത് ഏത് സബ്ജക്റ്റ് ആണെന്ന് നോക്കുക. സിംഗുലർ ആണല്ലോ, ദ പ്രൊഫസർ ഒരാളുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് എന്ന് പറയുന്ന സിംഗുലർ വേർബ് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പ്ലൂറൽ സബ്ജക്ട് വന്നേക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ദ ബുക്സ്, ഇവിടെ പ്ലൂറൽ അല്ലേ, ബുക്സ് എസ് ആഡ് ചെയ്തുകൊണ്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോ ദ ബുക്സ് ആസ് വെൽ ആസ് ദ പെൻ, ഇവിടെ എന്താണ്, ഒരു സിംഗുലർ ആണ് വന്നേക്കുന്നത്. മെയിൻ സബ്ജക്ട് ദ ബുക്സ് എന്നുള്ളതല്ലേ, അപ്പോ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ അത് നോക്കിയിട്ടുള്ള വേർബ് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. കണ്ടോ, ദ ബുക്സ് ആസ് വെൽ ആസ് ദ പെൻ ആർ എന്നാണ് ഉപയോഗിച്ചത്. അത് എന്ത് നോക്കിയിട്ടാ, ഫസ്റ്റ് മെയിൻ സബ്ജക്ട് നോക്കിയിട്ടാണ് ഇവിടെ ആർ ഉപയോഗിച്ചത്. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെയാണ് പ്ലൂറൽ വേർബ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, അതാണ് ദ ബുക്സ് ആസ് വെൽ ആസ് ദ പെൻ ആർ ഓൺ ദ ടേബിൾ. ഓക്കെ, ഇതാണ് സെക്കൻഡ് റൂൾ. സിമ്പിൾ ആണ്. മെയിൻ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം, എന്നിട്ട് വേണം നിങ്ങൾ അതിന്റെ വേർബ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.